നമ്മുടെ ഹോസ്പിറ്റലിൽ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഉണ്ടായിരിക്കുകയും ആക്ച്വലി നമ്മുടെ ഗൈനക്കോളജി ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഹോസ്പിറ്റലുകളിൽ നിയോനാറ്റൽ കെയറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഒബ്സ്ട്രിക് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നിയോനാറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവണം. ഒരു ഗൈനക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒബ്സ്ട്രിക്സിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് റിലാക്സേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയും, എന്നാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒബ്സ്ട്രിക് കെയർ ഉണ്ടായിരിക്കെ റിലാക്സ് ചെയ്യാൻ പാടില്ലാത്തതുമായൊരു സംവിധാനത്തെക്കുറിച്ചാണ് COP 10B പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് ആൻറ്റിനാറ്റൽ എക്സാമിനേഷൻസ് വഴി, അതൊരു ഗൈഡഡ് പ്രോഗ്രാം ആയിരിക്കണം. ആൻറ്റിനാറ്റൽ എക്സാമിനേഷൻസ് അതുവഴി നമുക്ക് ഹൈ റിസ്ക് ഒബ്സ്ട്രിക് കേസസ് ഇയർലി ഡിറ്റക്ഷൻ നടത്താൻ കഴിയണം. അത്തരത്തിൽ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതർവൈസ് നമുക്ക് അത്തരത്തിലുള്ള വർക്ക് ഫോഴ്സ് ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല എങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്തേക്ക് അവരെ റെഫർ ചെയ്യാൻ കഴിയും. ഒരു പ്രോ ആക്റ്റീവ് സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഹൈ റിസ്ക് കേസ് ഒബ്സ്ട്രിക്സിൽ വരികയാണെങ്കിൽ അതിൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നതിന് മുൻകൂട്ടി കഴിയാനായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കപ്പുകൾ അത്തരത്തിലുള്ള കേസുകളിൽ നടത്താൻ കഴിയുന്നൊരു സംവിധാനം ഉണ്ടാകണം. അത് നമുക്ക് ഈ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി കേസുകളെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, അത്തരത്തിൽ വർക്ക് ഫോഴ്സ് നമുക്ക് ഉണ്ടാവണം, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം. അത്തരത്തിലൊരു കേസ് വന്നാൽ അതിന് പറ്റുന്ന നിയോനാറ്റൽ സംവിധാനങ്ങൾ നമുക്കുണ്ടാവണം. അതില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു സംവിധാനത്തിലേക്ക്, മറ്റൊരു കെയർ പ്രൊവൈഡിങ് സെൻറ്ററിലേക്ക് ഇവരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെൻറ്ററിലേക്ക് അയക്കാനുള്ള സംവിധാനം, റെഫറൻസിനുള്ള സംവിധാനം നമുക്കുണ്ടാവണം. COP 10B says that the organization identifies and provide care to high-risk obstetric cases and where needed, refer them to another appropriate center. COP 10B.